Good afternoon all. Good afternoon. കഴിഞ്ഞ ദിവസം എടുക്കാൻ നോക്കിയോ എല്ലാവരും? ക്വാളിറ്റി അഷ്വറൻസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. നമ്മളിവിടെ വരെ എടുത്തേ NAB mainly divides hospital into two main divisions അല്ലേ? SHCOയും HCO. എന്താണ് NAB ഹോസ്പിറ്റലിനെ മെയിൻ ആയിട്ട് പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്താണ് 50 ബെഡിൽ താഴെയുള്ളെങ്കിൽ കുറവാണെങ്കിൽ അതിന് എന്താണ് SHCO അല്ലെ? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് 50 ബെഡിൽ കൂടുതലാണെങ്കിൽ അതിനെന്താണ് HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നു അല്ലെ? പിന്നെന്താണ് NAB എന്താണ് ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ്സ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് അല്ലെ? ടെക്നിക്കൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് അല്ലെ? ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ഇതിൽ ആരൊക്കെയാണ് വരുന്നത്? ക്ലിനിക്കൽ സെക്ഷനിൽ നിന്ന്, നഴ്സിംഗ് സെക്ഷനിൽ നിന്ന്, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള പ്രധാന വ്യക്തികൾ, ബഹുമാന്യരായ വ്യക്തികളെ ആയിരിക്കും ഈ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ അല്ലേ? ഇത് അതെടുത്താണ് കഴിഞ്ഞ ദിവസം. പിന്നെ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡിലെ ഹോസ്പിറ്റലിനെ അംഗീകരിക്കാനുള്ള സ്റ്റാൻഡേർഡ് എന്തിനനുസരിച്ചാണ് അവർ തയ്യാറാക്കുന്നത്? NAB കൺസിഡർ ചെയ്യുന്നത്, പരിഗണിക്കുന്നത് ഗവൺമെന്റ് കാലാകാലങ്ങളിലായി നിലനിൽക്കുന്ന നിയമങ്ങളുടെയും എന്താണ് റെഗുലേഷൻസ് അല്ലെ, നിയന്ത്രണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് കണക്കാക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഓരോ തവണ ഓരോ പ്രാവശ്യം നമ്മുടെ നിയന്ത്രണങ്ങളും റെഗുലേഷൻസും നിയമങ്ങളൊക്കെ മാറി മാറി വരികയാണ് അല്ലെ? ആണോ? ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ നോക്കിയേ. ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഇപ്പൊ മന്ത്രി ഗണേഷ് വന്നപ്പോ എന്താണ് അതിലൊരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. ഇപ്പൊ പണ്ടുള്ള ആ ഇതിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു അല്ലെ? സ്ട്രിക്റ്റ് ആക്കിയോ? ആക്കിയില്ലേ? ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നു. എന്താണ് ഭയങ്കര ഒരുപാട് സ്ട്രിക്റ്റ് ആക്കിയില്ലേ? അപ്പൊ എന്താണ് ചേഞ്ചസ് വരാണോ? ഓരോ കാലഘട്ടത്തിലും റൂൾസിലും റെഗുലേഷൻസിലൊക്കെ ചേഞ്ചസ് വരാണോ? എന്തൊരു കാര്യം എടുത്താലും ഗവൺമെന്റ് മാറ്റങ്ങൾ കൊണ്ടുവരാണ് അല്ലേ? അല്ലേ? അപ്പൊ എന്താണ് ഈ ഇങ്ങനെ ഗവൺമെന്റ് എന്താണ് കാലാകാലങ്ങളില് കൊണ്ടുവരുന്ന നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അടിസ്ഥാനമാക്കിയാണ് NABന്റെ സ്റ്റാൻഡേർഡുകൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമുക്ക് തന്നെ അറിയാം ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിൽ അല്ലേ
അവിടുത്തെ എന്താണ് ഫെസിലിറ്റീസില്, പിന്നെ സർവീസുകളില്, ട്രീറ്റ്മെന്റുകളില് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ചേഞ്ചസ് വന്നിട്ടുണ്ടോ? പുരോഗതി ഉണ്ടായിട്ടുണ്ട് അല്ലെ? മോഡേൺ ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അതില് ചേഞ്ചസ്, അപ്പൊ അവിടെ അതിലുള്ള നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും ചേഞ്ചസ് വരും. പ്രവർത്തനങ്ങളുടെ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വരൂ. വരും. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഗവൺമെന്റ് കാലാകാലങ്ങളിലായി കൊണ്ടുവരുന്ന മാറ്റം കൊണ്ടുവരുന്ന എന്താണ് നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസൃതമാക്കിയിട്ടാണ് എന്താണ് അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് പരിഗണിക്കുന്നത്. ക്ലിയർ ആയോ ഇത്? ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ് ബെന്നി. നെക്സ്റ്റ് ശ്രദ്ധിച്ചിരിക്കാട്ടോ, ഒരു പാരഗ്രാഫ് കുറച്ച് ടഫാണ്, അപ്പൊ ശ്രദ്ധിച്ചിരിക്കാട്ടോ. മെയിൻ NAB grade books or standards has 10 chapters with 100 standards and 651 objective elements. എന്താണ് NABന്റെ ഗൈഡ് ബുക്കിലെ 10 ചാപ്റ്റർ 100 സ്റ്റാൻഡേർഡ്സുകൾ 651 651 ഒബ്ജക്റ്റീവ്സ് എലമെന്റ്സ് ആണ് പറയുന്നത്. എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടി NABന് ഒരു ഗൈഡ് ബുക്ക് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തനക്ഷമമായിരിക്കണം, എന്തൊക്കെ നിയമങ്ങൾ വേണം അല്ലെ? അങ്ങനെ ഓരോന്നിനെ കുറിച്ചും എന്താണ് NABന് ഒരു ഗൈഡ് ബുക്ക് ഉണ്ട്. അപ്പൊ അതില് 10 ചാപ്റ്റർ 100 സ്റ്റാൻഡേർഡ്സുകള് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളാണ് ഉള്ളത്. നെക്സ്റ്റ് നോക്കിയേ, സ്റ്റാൻഡേർഡ്സ് refers to a set of objectives for the performance. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ 100 സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതിൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിന്റെ പ്രകടനത്തിന്റെ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങളെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങളെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. മിസ് വേറൊരു രീതിയിൽ പറഞ്ഞു തരാം. ഹോസ്പിറ്റലിൽ നമുക്കറിയാം NAB എന്തിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്? എന്ത് ബേസ് ചെയ്തിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ഹോസ്പിറ്റലിന്? ക്വാളിറ്റി കെയറും പേഷ്യന്റ് സേഫ്റ്റി അല്ലെ? അത് ആദ്യം പറഞ്ഞല്ലേ, പേഷ്യന്റ് സേഫ്റ്റി ക്വാളിറ്റി കെയർ അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഹോസ്പിറ്റല് എന്താണ് പേഷ്യൻസിന്റെ സേഫ്റ്റി ക്വാളിറ്റി കെയർ നല്ല ഗുണനിലവാരമുള്ള പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ അതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി കെയറും ഉറപ്പാക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ എന്തെല്ലാം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ മാർഗങ്ങൾ അവർ യൂസ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അനക്കില്ല ആരുടെ ഭാഗത്തുനിന്നൊന്നും ക്ലിയർ ആയില്ല. ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ സേഫ്റ്റി പേഷ്യൻസിന്റെ ക്വാളിറ്റി കെയർ ഉറപ്പാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് കൊണ്ടുവരണം അല്ലെ? നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യണം, മെഡിക്കേഷൻസിൽ എറേഴ്സ് സംഭവിക്കാൻ പാടില്ല അല്ലെ? ഒരുപാട് കാര്യങ്ങളില്ലേ ആ ക്വാളിറ്റി കെയർ. അപ്പൊ അങ്ങനെ അവര് പാലിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഗുഡ് എക്യുപ്മെന്റ്സ്. ക്ലിയർ ആയോ പദം? നെക്സ്റ്റ് നോക്കിയേ, എല്ലാവർക്കും ഓക്കെ ആയോ? എല്ലാവരും ഓക്കെ ആണോ? നെക്സ്റ്റ്, എലമെന്റ്സ് കം അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ്. എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ്സിന് അണ്ടറിൽ
അടിയിൽ വരുന്ന കാര്യങ്ങളെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ആർ യൂസ്ഡ് ടു ഒബ്സർവ് എന്നും ഈ സ്റ്റാൻഡേർഡ്സിനെ അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലിനെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ വരുന്ന സ്റ്റാൻഡേർഡുകൾ എത്രത്തോളം കറക്റ്റ് രീതിയിൽ അവർ പ്രാവർത്തികമാക്കുന്നുണ്ട്, ക്വാളിറ്റി ഉള്ളതാണോ, സ്റ്റാൻഡേർഡ് ഉള്ളതാണോ, എന്താണ് കറക്റ്റ് രീതിയിൽ അവർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളെ അളക്കാൻ ഉപയോഗിക്കുന്ന, ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അളവിനെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? എലമെന്റ്സ് ഇപ്പൊ ഹോസ്പിറ്റലില് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇതിൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം കേട്ടോ. നാബിന്റെ ഗൈഡ് ബുക്കിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ ഉണ്ടെന്ന് ചോദിക്കാം. അതിന്റെ നമ്പർ ചോദിക്കാം കേട്ടോ. അപ്പൊ അത് നോക്കി വെക്കാം. പിന്നെ നെക്സ്റ്റ് പറയുന്ന സെന്റൻസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്പേഴ്സ് മാത്രം കേട്ടോ. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നോക്കാറുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ട് അത്? സം ക്വസ്റ്റ്യനെയർ വെച്ചിങ്ങാണ്ട് നമുക്ക് ഒരു പ്രിന്റ് തരും അല്ലെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സർവേ. അതെന്താണ്? അത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കാനുള്ള ഒരു അളവുകോലല്ലേത്, സ്കെയിലല്ലേത്? അങ്ങനെ എന്താണ്? അങ്ങനെ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ്സുകളെ അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലിനെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 10 സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി ഇത് മനസ്സിലാവും കേട്ടോ. 10 സ്റ്റാൻഡേർഡുകൾ ഇതിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ഒബ്സർവ് ദ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസിനെ അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലിനെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് നമുക്ക് പറഞ്ഞു അല്ലെ. എന്താണ്? 10 ചാപ്റ്റർ ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ട്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട് എന്നല്ലേ. അപ്പൊ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സില് 4 കാറ്റഗറിയാണ് ഉൾപ്പെടുന്നത്. കോർ കാറ്റഗറി, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി ആൻഡ് എക്സലൻസ് കാറ്റഗറി. അങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ തരംതിരിക്കുന്നത്. എന്തൊക്കെയാണ്? കോർ കാറ്റഗറി, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി, എക്സലൻസ് കാറ്റഗറി. നെക്സ്റ്റ് നോക്കിയേ, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 1 or 2 ആർ ഇൻ കോർ കാറ്റഗറി. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 1 or 2, 102 എണ്ണം എന്താണ്? കോർ കാറ്റഗറിയാണ്. അതെങ്ങനെയുള്ളതാണ്? which are necessarily judged during each assessment. നമ്മൾ ഓരോ അസസ്മെന്റ്, ഓരോ വിലയിരുത്തലുകൾ നടത്തുമ്പോഴും ഓരോ മൂല്യനിർണയ സമയത്തും നിർബന്ധമായും കമ്പൽസറിയായും വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, പിന്നെ നെക്സ്റ്റ് കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഇപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പഠിച്ചില്ലേ നമ്മ? അതെങ്ങനെയുള്ള പ്രോസസ് ആണെന്ന് പറഞ്ഞോ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി ഓൺഗോയിങ് പ്രോസസ് അല്ലെ, കണ്ടിന്യൂസ് പ്രോസസ്, ഓൺഗോയിങ് പ്രോസസ് ആണെന്ന് പറഞ്ഞോ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? ഓരോ പർട്ടിക്കുലർ ഇന്റർവെൽ അല്ലെ, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുമല്ലോ, അസസ് ചെയ്യും അല്ലെ, ഇവാലുവേഷൻ നടത്തും അല്ലെ. ഫ്രീക്വന്റ്ലി ആയിട്ട് വിലയിരുത്തിയിട്ടല്ലേ നമ്മ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫ്രീക്വന്റ്ലി ആയിട്ട് വിലയിരുത്തുന്ന സമയത്ത് നിർബന്ധമായും വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ എപ്പോഴൊക്കെ ഹോസ്പിറ്റലില്
ഇവാലുവേഷൻ അസസ്മെന്റുകൾ നടത്തുന്നുണ്ട്. അപ്പോഴെല്ലാം നിർബന്ധമായും വിലയിരുത്തേണ്ട ഘടകങ്ങളാണ് കോർ കാറ്റഗറി. ക്ലിയർ ആയോ? ആരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഇല്ലല്ലോ, സോന മാത്രം പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുമ്പോ ഒന്നുകൂടി ക്ലിയർ ആവുന്നില്ല കേട്ടാ. നോക്കിയേ, 459 are commitment category which will be judged during final assessment. അന്തിമ മൂല്യനിർണയ സമയത്ത്, ഫൈനൽ അസസ്മെന്റിന്റെ സമയത്ത് നമ്മ മൂല്യനിർണയം നടത്തുന്ന അല്ലെങ്കിൽ നമ്മ വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള അസസ്മെന്റുകൾ ഇവിടെ നടത്തുന്നുണ്ട് ഇല്ലേ? ഉണ്ടോ? ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള അസസ്മെന്റുകൾ നടത്തുന്നുണ്ട്. ഉണ്ടോ? ഓരോ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ടോ? അന്നാണ് പഠിച്ചത് എന്താണ് വിലയിരുത്തുന്നതിന് വേണ്ടി. അത് നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. കോർ കാറ്റഗറിയിൽ പറഞ്ഞൂടെ? ഇല്ലേ? കോർ കാറ്റഗറി പറഞ്ഞാടെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അന്തിമ മൂല്യനിർണയ സമയം. അത് പബ്ലിക് എക്സാം ഉണ്ട് അല്ലെ? ഈ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു പബ്ലിക് എക്സാം എടുക്കുന്നുണ്ട് അല്ലെ? അതല്ലേ ഫൈനൽ അസസ്മെന്റ്. ആ പബ്ലിക് എക്സാം അല്ലേ നിങ്ങൾ ഫൈനൽ അസസ്മെന്റ്. ക്ലിയർ ആയോ? അത് ഓരോ മൂല്യനിർണയ സമയത്തും വിലയിരുത്തേണ്ട ഘടകങ്ങളെ കോർ കാറ്റഗറി എന്നും ഫൈനൽ അസസ്മെന്റ് അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തേണ്ട ഘടകങ്ങളെ കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്നും പറയുന്നു. നെക്സ്റ്റ് നോക്കിയേ, 60 are in achievement category which will be estimated during surveillance assessment. എന്താണ്? നമ്മൾ നിരീക്ഷണ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് അച്ചീവ്മെന്റ് കാറ്റഗറി. അവർക്ക് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് എക്സാം എഴുതുന്നതിനെ ബേസ് ചെയ്തിട്ടാണോ? പല കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും അല്ലെ ഇന്റേണൽ അസസ്മെന്റ്. പൊതുവെ അങ്ങനെയല്ലേ? പൊതുവെ ഇന്റേണൽ അസസ്മെന്റ് ഇന്റേണൽ മാർക്ക് വരുന്നത് എന്തിനാ? നിങ്ങളുടെ പെർഫോമൻസ് അല്ലെ? ജനറലി എങ്ങനെയല്ലേ? പെർഫോമൻസ്, അറ്റൻഡൻസ്. അപ്പൊ അതെന്താ? നിരീക്ഷണ വിലയിരുത്തലാണോ അത്? ആണോ? നിരീക്ഷണ സമയത്ത് അല്ലെ നിങ്ങൾ എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ നിരീക്ഷണ സമയത്ത് സർവീലൻസ് അസസ്മെന്റ് നിരീക്ഷണ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? ക്ലിയർ ആയോ? സർവീലൻസ് അച്ചീവ്മെന്റ് കാറ്റഗറി. നെക്സ്റ്റ് 30 are എക്സലൻസ് കാറ്റഗറി. ബാക്കി വരുന്ന 30 എന്താണ്? എക്സലൻസ് കാറ്റഗറിയാണ്. which will be assessed during re-accreditation. നമുക്കറിയാം ഓരോ 4 വർഷം കഴിയുമ്പോൾ നമുക്ക് അക്രഡിറ്റേഷൻ പുതുക്കണം അല്ലെ? റിവ്യൂ ചെയ്യണ്ടേ ഹോസ്പിറ്റലുകാർക്ക്? പഠിച്ചില്ലേ നമ്മത്? അപ്പൊ ഓരോ 4 വർഷം കൂടുമ്പോ നമുക്ക് റീ അക്രഡിറ്റേഷൻ നടത്തണം അല്ലെ? അങ്ങനെ റീ അക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കോർ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകൂടെ പറയണം. കോർ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ മൂല്യനിർണയ സമയത്ത് നമ്മൾ എപ്പോഴൊക്കെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ടോ, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോഴെല്ലാം നിർബന്ധമായും വിലയിരുത്തേണ്ട ഘടകങ്ങളാണ് കോർ കാറ്റഗറി. പിന്നെ രണ്ടാമത്തെ വരുന്നത് എന്താണ്? കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫൈനൽ അസസ്മെന്റ് അന്തിമ മൂല്യനിർണയം അല്ലെ? എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ എന്താണ്? അന്തിമ മൂല്യനിർണയം നടത്തുമ്പോൾ വിലയിരുത്തേണ്ട ഘടകങ്ങളാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി. അറിയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്?
സർവീലൻസ് അല്ലെ, നമ്മ എന്താണ് നിരീക്ഷണ സമയത്ത് സർവീലൻസ് നടക്കുന്ന സമയത്ത് നമ്മൾ മൂല്യനിർണ്ണയം നടത്തുന്ന ഘടകങ്ങളെയാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്താണ്, ഓരോ 4 വർഷം കൂടുമ്പോഴും നമ്മൾ റീഅക്രഡിറ്റേഷൻ നടത്തണം അല്ലെ, പുതുക്കണം അല്ലെ. നമ്മൾ ലൈസൻസ് പാസ്പോർട്ട് ഒക്കെ പുതുക്കാറുണ്ടോ? ആ സമയത്ത് നമ്മൾ വീണ്ടും ഹാജരാക്കേണ്ട ചില രേഖകൾ ഉണ്ടാവും അല്ലെ, സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവാറില്ലേ? നമ്മ പാസ്പോർട്ട് എടുത്താണ് അതല്ലെങ്കിൽ അങ്ങനെ ആ റീഅക്രഡിറ്റേഷൻ പുതുക്കുന്ന സമയത്ത്, റീഅക്രഡിറ്റേഷൻ നടത്തുന്ന സമയത്ത് എന്താണ് വിലയിരുത്തുന്ന ഘടകങ്ങളെയാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഫർസാന? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? മിസ് നെക്സ്റ്റ് എടുത്തോട്ടെ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് നാബ് സ്റ്റാൻഡേർഡ്സ്. മിസ് പറഞ്ഞില്ലേ നാബ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന്. നമുക്ക് 100 സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനായിട്ട് 10 സ്റ്റാൻഡേർഡുകളാണ് പറയുന്നത്. അതിൽ 2 ടൈപ്പ് സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. പേഷ്യൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുകൾ. പേഷ്യൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻസ് കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെ, നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതാണ്? പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ടല്ലേ, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, സംതൃപ്തിയെ ഫോക്കസ് ചെയ്തിട്ടാണോ നടക്കുന്നത്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ പേഷ്യൻസ് വന്നാൽ മാത്രമല്ലേ ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങൾ നടക്കുള്ളൂ. അപ്പൊ എന്താണ്? പേഷ്യൻ സെന്റേർഡ് ആണ് അല്ലെ. അപ്പൊ എന്താണ്? പേഷ്യൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുകളും നാബിന്റെ അക്രഡിറ്റേഷൻ നമ്മൾ 4 വർഷം കൂടുമ്പോൾ പുതുക്കണം, റിന്യൂ ചെയ്യണം കേട്ടോ, റീ അക്രഡിറ്റേഷൻ നടത്തണം. അപ്പൊ പേഷ്യൻ സെന്റേർഡിൽ ഒരു 5 എണ്ണവും ഓർഗനൈസേഷൻ സെന്റേർഡിൽ 5 എണ്ണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ എന്താണ്? പേഷ്യൻ സെന്റേർഡിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC. അസസ് ചെയ്യാം. അസസ് എന്ന് പറഞ്ഞാൽ എന്താ? ലഭ്യമാക്കാം അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭ്യമാകണം? ഗുഡ് സർവീസ്, ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റാഫുകൾ, എക്യുപ്മെന്റുകളുടെ സേവനം അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അസസ്മെന്റ്. ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ കണ്ട് മരുന്ന് വാങ്ങിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്താറുണ്ടോ? ഇവാലുവേറ്റ് ചെയ്യാറുണ്ടോ? നല്ലതാണ്, അവിടെ നിന്ന് കിട്ടിയ സർവീസ് ക്വാളിറ്റി ഉള്ളതാണ്, നല്ല സർവീസ് ആണ് നമുക്ക് ലഭിച്ചതെന്ന് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു അസസ്മെന്റ് അല്ലെ, വിലയിരുത്തൽ. ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, പേഷ്യൻസിന് എങ്ങനെയുള്ള പരിചരണമായിരിക്കണം ലഭിക്കണം? കണ്ടിന്യൂറ്റി ആയിട്ടുള്ള കെയർ അല്ലെ വേണ്ടേ? ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസ് എൻ്റർ ചെയ്ത് അവിടെ നിന്ന് എക്സിറ്റ് ആവുന്നത് വരെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള കെയർ ലഭിക്കണോ? പരിചരണം സേവനങ്ങൾ ലഭിക്കണം അല്ലെ. അങ്ങനെയുള്ള ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC. അപ്പൊ ഇപ്പൊ സ്റ്റാൻഡേർഡ് മനസ്സിലായോ നിങ്ങൾക്ക്? പേഷ്യൻസ് ഈ ഉപകരണം കണ്ടപ്പോ മനസ്സിലായില്ലേ സ്റ്റാൻഡേർഡ് എന്താണെന്ന് കറക്റ്റ് രീതിയിൽ? അപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും ഇതില്? എലമെന്റ്സ് ഇപ്പൊ നമ്മ പറഞ്ഞ പോലെ അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി കെയർ, ഇത് കറക്റ്റ് രീതിയിൽ വരുന്നതിന് വേണ്ടി ഇതിന്റെ അണ്ടറിൽ കുറെ കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇതിന്റെ അണ്ടറിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ വരും അല്ലെ. അസസ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ ലഭ്യത, നഴ്സുമാരുടെ ലഭ്യത, സർവീസുകളുടെ ലഭ്യത, എക്യുപ്മെന്റുകളുടെ ലഭ്യത, ഒരുപാട് കാര്യം. അസസ്മെന്റ് ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടല്ലേ. അതിന്റെ അണ്ടറിൽ ഒരുപാട് കാര്യം. കണ്ടിന്യൂറ്റി കെയറിന്റെ അണ്ടറിൽ ഒരു പേഷ്യൻസിനെ ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ആക്കി, ആ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി അവരവിടെ നിന്ന് പോകുന്നത് വരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതിനൊക്കെ എന്ത് പറയാം നമുക്ക്? എലമെന്റ്സ് എന്ന് പറഞ്ഞൂടെ? അതാണ് എലമെന്റ്സ്. ക്ലിയർ ആയോ? ഇപ്പൊ അത് എലമെന്റ്സും ക്ലിയർ ആയോ?
സ്റ്റാൻഡേർഡ്സ് കറക്റ്റ് രീതിയിലാകുന്നതിന് വേണ്ടി അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ അളവുകളെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കെയർ ഓഫ് പേഷ്യൻസ്. എങ്ങനെയുള്ള കെയർ കിട്ടണം പേഷ്യൻസിന്? പരിചരണം. പേഷ്യൻസിന് ലഭിക്കുന്ന പരിചരണങ്ങൾ അല്ലെ, ക്വാളിറ്റിയുള്ള പരിചരണങ്ങൾ അല്ലെ, ഗുഡ് സർവീസുകൾ കിട്ടണം അല്ലെ. COP കെയർ ഓഫ് പേഷ്യൻസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് മെഡിസിൻ, MOM. മാനേജ്മെന്റ് ഓഫ് മെഡിസിൻ എന്താണ്? നമുക്ക് ശരിയായ മെഡിസിന് ശരിയായ സമയത്ത് ശരിയായ അളവില് എന്താണ് ലോ കോസ്റ്റിൽ അല്ലെ, കുറഞ്ഞ ചിലവില് ലഭ്യമാകണം അല്ലെ, വേണോ? മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ മരുന്നുകള്. അപ്പൊ എന്താണ് മരുന്നുകള്? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻസ്, മരുന്നുകളുടെ മാനേജ്മെന്റ്. അപ്പൊ എങ്ങനെയാണ്? ശരിയായ മരുന്നുകള് ശരിയായ അളവില് ശരിയായ സമയത്ത് അല്ലെ, ശരിയായ അളവില് ഏറ്റവും കുറഞ്ഞ കോസ്റ്റില് നമുക്ക് ലഭ്യമാകണം. അതാണ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻസ്. നമുക്ക് തരുന്ന മരുന്നുകളിൽ എന്തെങ്കിലും എറേഴ്സ് വരാൻ പാടുണ്ടോ? തെറ്റുകൾ സംഭവിക്കാൻ പാടുണ്ടോ? മരുന്നുകൾ തരുമ്പോ റോങ് ആയ മെഡിസിനുകൾ തരാൻ പാടുണ്ടോ? അത് നല്ല മെഡിക്കേഷൻ മാനേജ്മെന്റ് ആണോ? പിന്നെന്താണ്? മരുന്നുകൾ കൊടുക്കുന്ന സമയത്താണ് കഴിക്കുന്ന ആളുകൾക്ക് അലർജി പ്രോബ്ലംസ് ഉണ്ടാവുക അല്ലെ, അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണ്ടേ മരുന്ന് കൊടുക്കാനായിട്ട്? അത് പേഷ്യൻസിനെ എഫക്ട് ചെയ്യില്ലേ? അപ്പൊ എന്താണ്? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻസ്. അപ്പൊ ആ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻസിന്റെ അണ്ടറിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ശരിയായ മരുന്നുകൾ അവർ ഓർഡർ ചെയ്യുക, പർച്ചേസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, പേഷ്യൻസിന് കറക്റ്റ് രീതിയിൽ കൊടുക്കുക അല്ലെ, അഡ്വേഴ്സ് റിയാക്ഷൻ നോക്കുക, കറക്റ്റ് മെഡിസിൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇനി ഒരുപാട് കാര്യങ്ങൾ വരുന്നില്ലേ? വരുന്നുണ്ടോ? അപ്പൊ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻസ്. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് പറയാം? എലമെന്റ്സ് എന്ന് പറയാം. അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എലമെന്റ്സ് എന്ന് പറയാം. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻസ്. പേഷ്യൻസിന് അവകാശങ്ങളുണ്ട് അല്ലെ. ഹോസ്പിറ്റലില് നല്ല മെഡിസിൻ, നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കുക, എന്താണ് ബെറ്റർ കെയർ കിട്ടുക അല്ലെ. വർക്കബിൾ ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, വർക്കബിൾ അല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക, പേഷ്യൻസിന് കംഫർട്ട് ആയിട്ടുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാവുക അല്ലെ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. പേഷ്യൻസിന് അവർ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച്, അവരുടെ അസുഖങ്ങളെ കുറിച്ച് ഒക്കെ അപ്പൊ പേഷ്യൻസിന് ഒരു അറിവ് വേണം അല്ലെ. പറഞ്ഞു കൊടുക്കണോ ഹോസ്പിറ്റലിൽ നിന്ന്? ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് അല്ലെ, ആ പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, PRE. ഇതിന്റെയൊക്കെ ഇത് ചോദിക്കാട്ടാ, ക്വസ്റ്റ്യൻ ചോദിക്കാട്ടാ. സ്റ്റാൻഡ്സ് ഫോർ എക്സ്പാൻഡഡ് ഫോം എന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കാട്ടാ, നോക്കി വെക്കുക. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC. നമ്മൾ പഠിച്ചു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞാൽ പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് വരാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ പാടുണ്ടോ? എന്താണ്? അത് അവിടുത്തെ സ്റ്റാൻഡേർഡുമായി ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഹോസ്പിറ്റലിലെ പേഷ്യന്റ് സെന്റേർഡ് അല്ലേ അല്ലേ? ആണോ? അപ്പൊ അങ്ങനെയുള്ള കാര്യം ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC. ക്ലിയർ ആയോ? അതനുസരിച്ചുണ്ടാവും. ഓക്കെ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ, ഓർഗനൈസേഷൻ സെന്റേർഡ് എടുത്തോട്ടെ മിസ്. ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയായിരിക്കും? ഓർഗനൈസേഷൻ സെന്റേർഡ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ. നമ്മൾ പറഞ്ഞു ഞാൻ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യൻസിന്റെ സേഫ്റ്റി, ക്വാളിറ്റി കെയർ അല്ലെ. അപ്പൊ എന്താണ് അതിൽ പേഷ്യൻസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുകൾ നടത്തണം അല്ലെ.
കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയതിനു ശേഷം എന്ത് കൊണ്ടുവരണം? ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരണം അല്ലെ, ചേഞ്ചസ് കൊണ്ടുവരണം. വേണ്ടേ? ഗുണനിലവാരത്തില് വേണോ? വേണം. അപ്പൊ അങ്ങനെയുള്ള കാൽക്കുലേഷൻ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് PSQ. നെക്സ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് ROM. മാനേജ്മെന്റിന് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ ഹോസ്പിറ്റലില്? ഉണ്ടോ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ ആവശ്യമായ റിസോഴ്സുകൾ, അതൊക്കെ ചെയ്യേണ്ടത് ആരാ? മാനേജ്മെന്റ് ആണ് അല്ലെ? എന്താണ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്? മാനേജറുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ അല്ലെ, അവരത് കറക്റ്റ് രീതിയിൽ ചെയ്യുക. ROM, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ് ROM. നെക്സ്റ്റ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. എന്താണ്? ഹോസ്പിറ്റലിൽ ഒരുപാട് ഫെസിലിറ്റീസ് വേണം അല്ലെ, എക്യുപ്മെന്റുകൾ, അപ്പാരറ്റസ്, ഇൻക്യുബേറ്റേഴ്സ്, വെന്റിലേറ്റേഴ്സ് അല്ലെ, ICU, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഫെസിലിറ്റീസ്, ഒരുപാട് ഫെസിലിറ്റീസ് വേണ്ടേ, സൗകര്യങ്ങൾ വേണ്ടേ? അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ്, ഫെസിലിറ്റീസ് കൊണ്ടുവന്നാൽ മതി, പുതിയ പുതിയ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവന്നാൽ മാത്രം മതിയോ? അതിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണം അല്ലെ, സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി FMS. നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM. എടുത്താണല്ലേ ചാപ്റ്റർ HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ നിങ്ങൾ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതാരം ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ, HRM. നെക്സ്റ്റ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, എന്താണ്? IMS. എന്താണ്? മാനേജ്മെന്റ് സിസ്റ്റം. ഇതൊക്കെ നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ്സുകൾ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്? EHR ആണ് അല്ലെ, അല്ലെങ്കിൽ EMR, ഇലക്ട്രോണിക്കലി ഹെൽത്ത് റെക്കോർഡ്സുകൾ അല്ലെ, സിസ്റ്റം വഴിയല്ലേ നമ്മുടെ റെക്കോർഡ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത് അവര്. നമ്മ ഡോക്ടർ റൂമിൽ ചെന്ന് കഴിഞ്ഞാല് ഡാറ്റാബേസ് വെച്ച് കാണിട്ട് ഡോക്ടർ നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ കണ്ടിട്ടുണ്ടോ? ഫയൽ ഓപ്പൺ ചെയ്ത് അതിലെ കാര്യങ്ങൾ നോക്കുന്നത്. അവരെന്ത് ചെയ്യും? അവരുടെ സിസ്റ്റത്തിൽ നമ്മുടെ ID നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് നമ്മളെ കുറിച്ചുള്ള ഫുൾ ഇൻഫോർമേഷൻസ് ലഭിക്കില്ലേ? പ്രീവിയസ് ഹിസ്റ്ററി, മെഡിക്കൽ ഡീറ്റെയിൽസ്, നമുക്ക് ലാബ് ടെസ്റ്റുകൾ, പ്രീവിയസ് എന്തൊക്കെ ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഡീറ്റെയിൽസുകൾ, നമുക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് നൽകിയിട്ടുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാകില്ലേ ഡോക്ടർ സിസ്റ്റത്തിന്റെ മുമ്പിൽ? സിസ്റ്റത്തില് നമ്മൾ ജസ്റ്റ് പേഷ്യന്റ് ID നമ്പർ മാത്രം അടിച്ചു കൊടുത്താൽ മതി അല്ലെ. കൂടാതെ എന്താണ്? നമുക്ക് നമ്മുടെ അപ്പോയിന്റ്മെന്റ്സുകൾ നമുക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാം അല്ലെ. ഹോസ്പിറ്റലില് നമുക്ക് വേണ്ട ഡോക്ടറെ നമുക്ക് തന്നെ സൈറ്റ് വഴി, വെബ്സൈറ്റ് വഴി എന്താണ് നമുക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാനും നമുക്ക് വേണ്ട ഡോക്ടറെ നമുക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാനൊക്കെ സാധിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. എനിക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ. ഇനി ഈ പ്രിസ്ക്രൈബിങ് എങ്ങനെയാണ്? ഇപ്പൊ ഈ പ്രിസ്ക്രൈബിംഗ് ആണ് അല്ലെ, ഡോക്ടർ അവരുടെ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് വേണ്ട മെഡിസിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ, ഫാർമസിയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ പഠിക്കാനുണ്ട് അതൊക്കെ. അപ്പൊ ഈ പ്രിസ്ക്രൈബ് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ക്ലിയർ ആയോ? പേഷ്യൻസിന്
ഹലോ, കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? ഓക്കെ ആയോ? കേൾക്കുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ? എന്താണ്? പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് എന്താണ് കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്യുക അല്ലെ, കൈകാര്യം ചെയ്യുക അല്ലെ. അവരെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട് അല്ലെ, പേഷ്യൻസിനെ കുറിച്ച് ഉണ്ടോ? അതെന്താണ് കറക്റ്റ് രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം, IMS. നെക്സ്റ്റ് വരുന്നത് നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർഡ്. എന്താണ് നാബിന് എന്തൊക്കെ ഡോക്യുമെന്റേഷൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്? ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു പാസ്പോർട്ട് അപ്ലൈ ചെയ്യണം, അതല്ലെങ്കിൽ എന്താണ് അതെന്താണ് നമുക്ക് കുറെ ഡോക്യുമെന്റേഷൻസ് കൊടുക്കേണ്ടി വരുന്നുണ്ടോ? ഒരു അല്ലെങ്കിൽ വരുമാന ഇൻകം സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റേഷൻസ് കൊടുക്കണം അല്ലെ. അതേപോലെ എന്താണ് നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ ഒരുപാട് ഡോക്യുമെന്റേഷൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതെല്ലാം ഏതൊക്കെയാണ് റിക്വയർമെന്റ്സ്? മാനുവൽ, ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ മാനുവൽ. 3 മാനുവൽസ് ആണ് നാബിന് ആവശ്യമായിട്ടുള്ളത്, നാബിന്റെ അക്രഡിറ്റേഷൻ ആവശ്യമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. എന്താണ്? These 3 manuals must be assessed and revised every year. എന്ത് ചെയ്യുന്നുണ്ട്? ഈ 3 മാനുവലും ഓരോ വർഷം കൂടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു അല്ലെ. അതുകൂടാതെ എന്താണ് അതിൽ റിവൈസ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് റിവൈസ് ചെയ്യുന്നു അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഓരോ വർഷം കൂടുന്തോറും ഫെസിലിറ്റീസ്, സർവീസുകൾ അല്ലെ, ട്രീറ്റ്മെന്റുകളിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തല്ലേ? ആണോ? ഇൻഫ്രാസ്ട്രക്ചറിൽ അല്ലെ, ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ അല്ലേ? അപ്പൊ എന്ത് കൊണ്ടുവരണം? ആ മാറ്റങ്ങൾക്കനുസരിച്ച് ക്വാളിറ്റിയിൽ അല്ലെ, സേഫ്റ്റിയില്, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ചേഞ്ചസ് കൊണ്ടുവരണ്ടേ? കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയുള്ള എന്താണ് അതുകൊണ്ട് these 3 manuals, ഈ 3 മാനുവൽ എന്ത് ചെയ്യുന്നു? ഓരോ വർഷം കൂടുമ്പോഴും, എവറി ഇയർ, ഓരോ വർഷം കൂടുമ്പോഴും അവര് അസസ്ഡ് അല്ലെ, വിലയിരുത്തുകയും അതിലെന്താണ് റിവൈസ്, മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. നെക്സ്റ്റ് കമ്മിറ്റി. നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്, മിസ് തന്നെ 3 കമ്മിറ്റി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. ഏതൊക്കെയാണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട 3 കമ്മിറ്റീസ് മിസ് എടുത്തത്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നെക്സ്റ്റ് എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എടുത്തിട്ടില്ലേ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. പിന്നെ നെക്സ്റ്റ് എന്താണ്? ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി അല്ലേ? സേഫ്റ്റി കമ്മിറ്റി. പിന്നെ ഇപ്പൊ നോക്കിയേ, ഏതൊക്കെ കമ്മിറ്റീസ് ആണ് ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ളത്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് കമ്മിറ്റി അല്ലെ. എന്താണ്? ഹോസ്പിറ്റൽസിലെ ഇൻഫെക്ഷൻസിന്റെ ഉള്ള പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും അതിന് വേണ്ട മാർഗങ്ങളെ, പ്രിക്കോഷൻസ് ഒക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. നെക്സ്റ്റ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി അല്ലെ. ഹോസ്പിറ്റലിലെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും സേഫ്റ്റി, സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും വേണ്ടി ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ. എന്താണ്?
ഹോസ്പിറ്റൽ ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഡ്രഗ്സുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അന്നും വേണ്ട ഫാർമസിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും ഫാർമസി ആൻഡ് ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, കോഡ് ബ്ലൂ കമ്മിറ്റി. മിസ് കോഡ് ബ്ലൂ എടുത്തിട്ടില്ലേ ഡിസാസ്റ്ററിൽ അല്ലെ? കൂടാതെ എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എടുത്തു അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കോഡ് ബ്ലൂവിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ കോഡ് ബ്ലൂ കമ്മിറ്റി ഉണ്ട്. അപ്പൊ കോഡ് ബ്ലൂ കമ്മിറ്റി വേണം. നെക്സ്റ്റ് എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, ബ്ലഡുമായി റിലേറ്റ് ചെയ്ത ബ്ലഡ് ബാങ്ക് അല്ലെ, അല്ലെങ്കിൽ ബ്ലഡ് എന്താണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ബ്ലഡിലെ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സൂപ്പർവൈസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. നെക്സ്റ്റ് മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി. മെഡിക്കൽ റെക്കോർഡിൽ പഠിച്ചിട്ടുണ്ടോ? മെഡിക്കൽ റെക്കോർഡ് ആൻഡ് റിവ്യൂ കമ്മിറ്റി അല്ലേ? കഴിഞ്ഞാലേ ചാപ്റ്റർ നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ് തീർന്നാലേ ആ ചാപ്റ്റർ. മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ റെക്കോർഡ് ആൻഡ് റിവ്യൂ കമ്മിറ്റി. നെക്സ്റ്റ് എന്താണ്? ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി അല്ലെ? ഹോസ്പിറ്റൽ എങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത്? പേഷ്യൻസ് സ്റ്റാഫുകൾ ഡിസിപ്ലിനറി ആയിരിക്കണം അല്ലെ? അച്ചടക്കമുള്ളവരായിരിക്കണ്ടേ സ്റ്റാഫുകൾ, അവിടെ വരുന്ന പേഷ്യൻസ് അല്ലേ? എന്നാലല്ലേ അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡിസിപ്ലിനറി അറ്റ്മോസ്ഫിയർ അല്ലെ? അച്ചടക്കമുള്ള അല്ലെ? പിന്നെന്താണ്? ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരാതികൾ അല്ലെ, കംപ്ലൈൻസുകൾ. അപ്പൊ കംപ്ലൈന്റ് ഇപ്പൊ എന്താണ്? പേഷ്യൻസിന് ഉണ്ടാവാം കംപ്ലൈൻസ്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻസുകൾ ഉണ്ടാവും അല്ലെ? സ്റ്റാഫുകൾക്ക് എന്താണ്? അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻസുകൾ ഉണ്ടാവുമല്ലോ. പല രീതിയിലുള്ള കംപ്ലൈൻസുകൾ ഉണ്ടാവാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. നെക്സ്റ്റ് എന്താണ്? ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. കേട്ടിട്ടുണ്ടോ? ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഇതിപ്പോ ഹോസ്പിറ്റലിൽ മാത്രമല്ല എല്ലാ ഓഫീസുകളിലുള്ള കമ്മിറ്റിയാണ്. മിക്ക ഹോസ്പിറ്റലുകളിലും നിലവിലുള്ള ഓഫീസുകളിലും. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കമ്മിറ്റിയെ കുറിച്ച്? ഇല്ല. ഇപ്പൊ വർക്ക് ചെയ്യുന്ന നമ്മ ആരായാലും മെയിൽ ആയാലും ഫീമെയിൽ ആയാലും വർക്ക് ചെയ്യുന്ന സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഏരിയാസില് എന്താണ് പല രീതിയിലുള്ള എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ടോ? ഇപ്പൊ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേജസിൽ വരുന്നുണ്ട് അല്ലെ? അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ മെയില് ഫീമെയില് അല്ലേ? പിന്നെ നമുക്ക് ഓവർ ടൈം ഇല്ലേ? OT തരുന്ന അവിടെ സംഭവിക്കുന്നില്ലേ ഡിസ്ക്രിമിനേഷൻ? അങ്ങനെയുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ്സുകൾ ഉണ്ടാവുമല്ലോ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ക്ലിയർ ആയോ? കമ്മിറ്റീസ് ഓക്കെ ആയോ? അപ്പൊ എല്ലാ കമ്മിറ്റീസും നെക്സ്റ്റ് എടുത്തോട്ടെ ഇനി മിസ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് 32 mandated by NAB. എന്താണ്? 32 നിർബന്ധമായിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നാബ് പറയുന്നത്. ഹോസ്പിറ്റലിൽ വേണമെന്നാണ് നാബ് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കിയേ? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഇൻഡോർ പേഷ്യൻസിന് പ്രാരംഭ വിലയിരുത്തല്, പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ട് അല്ലെ? പ്രാരംഭ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താ? മിസ് എടുത്തിട്ടുണ്ട് ഇനീഷ്യൽ അസസ്മെന്റ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോ ഇപ്പൊ ഡോക്ടർ കൺസൾട്ടേഷന് വേണ്ടി ചെല്ലുമ്പോഴും നമ്മൾ ചെന്നിരിക്കുമ്പോ ചോദിക്കാറുണ്ട് അല്ലെ? എന്താണ് ഇതിക്ക് മുമ്പ് ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ടോ അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നവരാണോ അല്ലെ?
BP, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള കംപ്ലൈന്റ്സ് ഉള്ളവരാണോ അല്ലെ? പിന്നെന്താണ്, മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ ഉള്ളവരാണോ അല്ലെ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ ഡോക്ടേഴ്സ് നമ്മളെ കുറിച്ച്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ഇനീഷ്യൽ അസസ്മെന്റ്, പ്രാരംഭ വിലയിരുത്തലുകൾ നടത്താനായിട്ട് എത്ര സമയം എടുത്തു എന്നാണ് നമ്മുടെ പൾസ് നോക്കൂല്ലേ, ജസ്റ്റ് നമ്മുടെ വാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വെയിറ്റ് നോക്കും. അതൊക്കെ എന്താണ്, നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നതിന് മുമ്പുള്ള ഒരു വിലയിരുത്തലാണ് അല്ലെ? നമ്മൾ അസസ് ചെയ്യുന്നതല്ലേ, അസസ്മെന്റ് ചെയ്യുന്നതല്ലേ വെയിറ്റ് നോക്കുന്നത്, എന്താണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് നോക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രാരംഭ വിലയിരുത്തലിന് വേണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ട്? അപ്പൊ അതിനൊക്കെ വേണ്ടി ഒരുപാട് സമയം എടുക്കണോ? പ്രാരംഭ വിലയിരുത്തലിന് വേണ്ടി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നു, അവരെ പ്രാരംഭ വിലയിരുത്തലിന് വേണ്ടി ഒരുപാട് ടൈം എടുക്കണോ? വേണ്ട അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റ് ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ കൊടുക്കാം അല്ലെ? അപ്പൊ അത് നോക്കുന്നുണ്ട്, അതുണ്ട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നെക്സ്റ്റ്, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് വേണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ട്? എല്ലാ പേഷ്യൻസും ഡിസാറ്റിസ്ഫൈഡ് ആകുന്ന ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ ഡിസാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു മേഖലയാണ് അല്ലെ ഡിസ്ചാർജിന് വേണ്ടി എടുക്കുന്ന സമയം. ഇപ്പൊ രാവിലെ ഒരു 10 മണിക്ക് 10:30 ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തി തന്നാലും നമ്മ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോഴേക്കും 7 മണി 6:30 അല്ലെ? ആ സമയം മിക്കവാറും ആകാറില്ലേ? അപ്പൊ എന്താണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്? ഈവനിങ് ആവുന്നു. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഡിസ്ചാർജിന് വേണ്ടി എത്ര സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട്? നെക്സ്റ്റ്, ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസർ ആഫ്റ്റർ അഡ്മിഷൻ. ബെഡ് സോർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബെഡ് സോർ എന്താണ്? ബെഡ് സോർ എന്താണ്? കിടക്കുമ്പോ അല്ലെ, കിടക്കുക. അപ്പൊ എന്താണ് കണ്ടിന്യൂസ് ബെഡ്. അതല്ലാണ്ടും ചില പേഷ്യൻസ് കുറച്ച് ദിവസം കിടക്കുമ്പോഴേക്കും അവരെ മേത്ത് അല്ലെ സ്കിന്നിന് ഡാമേജ് സംഭവിക്കാലോ, പൊട്ടല്, ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകൾ ഒരുപാട് നാള് കിടക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. കുറച്ച് ചിലവരുടെ സ്കിൻ അനുസരിച്ചാണ് അല്ലെ ആ കാലതാമസം വരുന്നത് അല്ലെ? അപ്പൊ എന്താണ്, ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം, ആഫ്റ്റർ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം എന്താണ് ഇങ്ങനെയുള്ള പ്രഷർ അൾസർ, എന്താണ് ബെഡിൽ കിടന്നിട്ട് എന്താണ് അവരുടെ ശരീരത്തിൽ മുറിവുകളോ ഇൻഫെക്ഷൻസോ പഴുപ്പോ അല്ലെ അങ്ങനെയുള്ള സംഭവങ്ങൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് രീതിയിൽ ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുകള്, ഈ പേഷ്യൻസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ബെഡ് സോറുകൾ രജിസ്റ്റർ ചെയ്യോ? അവര് അതിനു വേണ്ടി പേഷ്യൻസിനെ ചെരിച്ച് അല്ലെ ചെരിച്ച് കിടത്തും. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാലോ, ചെയ്യാൻ സാധിക്കോ? പൊസിഷൻ ഒക്കെ ചേഞ്ച് ചെയ്ത് കിടന്നിട്ട് അല്ലെ ചെരിച്ച് കിടത്താം അല്ലെ? അപ്പൊ ഈ പ്രഷർ അൾസർ വന്നിട്ട് എങ്ങനെ എത്ര സംഭവങ്ങൾ രജിസ്റ്റർ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് എന്താണ്, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ ലാബ് ടെസ്റ്റുകളൊക്കെ അല്ലെ, ലാബ് ടെസ്റ്റുകൾ അങ്ങനെ 1000 ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിൽ എത്ര നമ്പർ എറേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് നമ്പർ ഇങ്ങനെയുള്ള എറേഴ്സ്, തെറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ അവിടുത്തെ പ്രവർത്തന ക്വാളിറ്റി ഉള്ളതാണ്, സ്റ്റാൻഡേർഡ് നാബിന്റെ സ്റ്റാൻഡേർഡ് കൊടുക്കേണ്ടതെന്നൊക്കെ പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ എന്ത് നോക്കുന്നുണ്ട് നാബ്? എന്ത് നോക്കുന്നുണ്ട്? ഇങ്ങനെ 1000 ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിൽ എത്ര നമ്പർ ഓഫ് എറേഴ്സ്, തെറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ്, നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസ് എന്തിന് നടത്തുന്നതാണ്? ട്രെയിനിങ് ആണ് അല്ലെ, സ്റ്റാഫുകൾക്ക് നടത്തുന്ന ഒരു ട്രെയിനിങ് അല്ലേ?
അങ്ങനെയുള്ള ഒരു കറക്റ്റ് ഒരു എക്സാക്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കാം എന്നതിനെ കുറിച്ച് അവരെന്ത് ചെയ്യും? ഒരു മോക്ക് ഡ്രിൽ നടത്താണ് അല്ലേ? അങ്ങനെ ആ മോക്ക് ഡ്രിൽ നടന്നതിൽ നിന്ന് ശരിയായ സമയത്ത് ആ കറക്റ്റ് അങ്ങനെയുള്ള ഒരു സംഭവം വരുമ്പോൾ എത്ര വേരിയേഷൻസ് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസങ്ങൾ വന്നു. ഇപ്പൊ കോഡ് ബ്ലൂവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ എന്താണ് തീപിടുത്തം ഉണ്ടാവുന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മോക്ക് ഡ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മോക്ക് ഡ്രില്ലിന് വ്യത്യാസപ്പെട്ട് ഓരോ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാല് അവർക്ക് കറക്റ്റ് രീതിയിൽ അത് പെർഫോം ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പെർഫോം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ല ചോദിച്ചത് മിസ്. ഇപ്പൊ നമ്മളോട് എന്താണ് തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പം നിങ്ങൾ ഇത്രയും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞല്ലേ അവർക്ക് മോക്ക് ഡ്രില്ലും ട്രെയിനിങ് നടത്തുന്നത്. അപ്പൊ അവര് പറഞ്ഞു കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് അതല്ലെങ്കിൽ മോക്ക് ഡ്രിൽസിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ടു വന്ന് ശരിയായ ആ കറക്റ്റ് അത് നടക്കുമ്പോ വന്നു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റുമോ? അവരുടെ കോൺഫിഡൻസ് കുറയൊക്കെ ചെയ്യും അല്ലേ? പെർഫോം ചെയ്യാൻ പറ്റില്ല, അവരെ കോൺഫിഡൻസ് ലെവൽ കുറയും അല്ലേ? അപ്പൊ എന്താണ് ചിലപ്പോ അത് അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോ മരണം വരെ സംഭവിക്കാം അല്ലെ? ഹെൽത്തിനെ എഫക്ട് ചെയ്യുമല്ലോ. അപ്പൊ എന്താണ് ആ മോക്ക് ഡ്രില്ലുകളിൽ നിന്ന് എത്ര വേരിയേഷൻസ് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്? ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ. Next year, percentage of adherence to safety precautions by staff working in diagnostic. നമുക്കറിയാം ഡയഗ്നോസ്റ്റിക് രോഗനിർണയവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ത് വഹിക്കണം? സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെ? PPE കിറ്റുകള്, മാസ്കുകള്, ഗ്ലൗസുകള് അല്ലെ? ഹാൻഡ് വാഷിംഗ് അല്ലെ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിൽ പഠിച്ചല്ലേ? അപ്പൊ അങ്ങനെയാക്ക് എത്ര പേര് നല്ല രീതിയിൽ പാലിക്കുന്നുണ്ട്, എത്ര പേര് പാലിക്കാതിരിക്കുന്നുണ്ട് ഈ സേഫ്റ്റി പ്രിക്കോഷൻസ്, എത്ര പേര് ശരിയായ രീതിയിൽ പാലിക്കാതിരിക്കുന്നുണ്ട്. അതൊക്കെ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ ഒന്നുകൂടെ പറയണം. നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസുകള്. മോക്ക് ഡ്രിൽസുകള് നിരീക്ഷിക്കുന്ന സമയത്ത് എത്ര വേരിയേഷൻസ്. ഇപ്പൊ നമുക്കറിയാം മോക്ക് ഡ്രിൽ എന്തിനു തരുന്നതാണ്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലേ അല്ലെ? ഇപ്പൊ എന്താണ് കോഡ് ബ്ലൂവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് അല്ലെ? തീപിടുത്തം, ഗ്യാസ് ലീക്കേജ് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രതികരിക്കാം എന്നതിന് വേണ്ടിയിട്ടല്ലേ മോക്ക് ഡ്രിൽ നടക്കുന്നത്? അപ്പൊ ആ മോക്ക് ഡ്രില്ലിൽ നമ്മൾ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമുക്ക് ആ സമയത്ത് പെർഫോം ചെയ്യേണ്ടി വന്നതെങ്കിലോ, വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, അത് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം അല്ലെ? സംഭവിച്ചൂടെ? അപ്പൊ അങ്ങനെയുള്ള എത്ര വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്? ക്ലിയർ ആയോ? ആരോ ചോദിച്ചേ? ക്ലിയർ ആയോ? അത് നിങ്ങളോട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അല്ലെ? അപ്പൊ അതിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ ഉൾപ്പെടുത്തുന്നത്? ആണോ? നിങ്ങൾക്ക് അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ എക്സാമിന്, പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രം വരുള്ളൂ എന്ന്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ക്ലിയർ ആയോ വ്യത്യാസം? ഇപ്പൊ മനസ്സിലായോ അതിന്റെ അർത്ഥം? ക്ലിയർ ആയോ പറഞ്ഞത്? ആ മോക്ക് ഡ്രില്ലിന് വ്യത്യസ്തമായിട്ട് എത്ര വേരിയേഷൻസ് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഡയഗ്നോസ്റ്റിക് രോഗനിർണയ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ എത്ര പേരെന്താണ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഉപയോഗിക്കാതിരുന്നിട്ടുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്
വിത്ത് എറർ പ്രോൺ അബ്രിവേഷൻ അല്ലെ. നമുക്കറിയാം എന്താണ്, നമ്മൾ മെഡിസിൻ ഒക്കെ എഴുതുമ്പോൾ ചില സമയത്ത് മുഴുവൻ എഴുതില്ല അല്ലെ. മുഴുവൻ എഴുതണമെങ്കിൽ നമുക്ക് അത്രയും ടൈം എടുക്കണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഷോർട്ട് അബ്രിവേഷൻസ് ഉപയോഗിക്കും അല്ലെ. പാരസെറ്റമോളിന് നമ്മൾ എന്ത് ഉപയോഗിക്കും, PCM എന്ന് എഴുതാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രിസ്ക്രിപ്ഷനിലൊക്കെ അങ്ങനെ ക്ലിനിക്കുകളിൽ നിന്നൊക്കെ ഡോക്ടർ എഴുതി തരുന്ന സമയത്ത് അതെന്താണ്, അവർ ഷോർട്ട് ആക്കി ഇതാണ് അല്ലെ. അപ്പൊ അങ്ങനെ മെഡിക്കേഷൻ ചാർട്ടില്, മരുന്നുകളുടെ ചാർട്ടില് എന്താണ് ഇങ്ങനെയുള്ള അബ്രിവേഷൻസ് ഉപയോഗിക്കുമ്പോൾ എഴുതുമ്പോൾ അതിൽ എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ക്ലിയർ ആയത്? ഓക്കെ. അങ്ങനെ ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ് കേട്ടോ പാരസെറ്റമോൾ. അങ്ങനെ പല മെഡിസിനുകളും നമ്മൾ എന്താണ് ഷോർട്ടാക്കി എഴുതുന്നുണ്ട് കേട്ടോ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ബാക്കി മിസ്സിന് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.